എല്ലാം വായിക്കകത്താണ് കേട്ടോ അടി വരുന്നത്. ഫ്രണ്ട്സ്, മാറാവ് പിടിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അതല്ല പാര. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഡ്രീം വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്താണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാനൊരു ഒറ്റത്തുമ്പ് കെട്ടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് മീൻ പിടിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഞാൻ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന റോഡും റീലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് റോഡ് റീലും, ജാവേഴ്സിൻ്റെ റോഡ്, സ്റ്റാഡിക്കിൻ്റെ റീൽ. അപ്പോൾ നമുക്ക് അൾട്രാലൈറ്റിൻ്റെ സെറ്റപ്പിന് വേണ്ടിയാണ് ഞാൻ ഒറ്റത്തുമ്പോൾ ഞാൻ കെട്ടിയത്. വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇതാ ലീഡർ ലൈൻ അതാണ് കേട്ടോ. ലീഡർ ലൈനിലാണ് ഞാൻ കെട്ടിയിട്ടുള്ളത്. 25 LB ലീഡർ ലൈനാണ് കേട്ടോ. അത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പോൾ ഞാൻ കെട്ടുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനാണ് ഞാനൊന്ന് മീൻ പിടിച്ച് കാണിക്കുന്നത് കേട്ടോ. വറ്റ ഉറപ്പായിട്ട് ഇതിലടിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിക്കാം. പ്രത്യേകിച്ചൊരു പച്ച കളറാണ്. പച്ച കളറിൽ മീൻ അടിക്കും ചാൻസ് പെട്ടെന്ന് നല്ല കൂടുതലാണ്. വെയിറ്റ് ഞാൻ ഇതിനകത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതിനകത്താണ് വെയിറ്റ് വരുന്നത്. ഇതിനകത്ത് അഡീഷണൽ വെയിറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ദൂരെ പോവുള്ളൂ. കായലിൽ കാറ്റില്ലാത്ത സമയത്ത് നമുക്ക് കടലിലൊക്കെ അത്യാവശ്യം ദൂരം പോകും. കാസ്റ്റിംഗ് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് കിട്ടുന്ന ചെറിയ വെയിറ്റേ ഉള്ളൂ. ചെറിയ കുഞ്ഞു വെയിറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരെ പോവുള്ളൂ. മീൻ കല്ലാത്ത നിൽക്കുന്ന മീനുകളൊക്കെ പെട്ടെന്ന് അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുമെന്ന് നോക്കാം. ഞാനത് കിട്ടുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ലീഡർ ലൈനും ബ്രൈഡുമായിട്ട് കിട്ടുന്ന വിധം ഞാൻ കാണിച്ചു തരാം. നമുക്ക് 1/2 മീറ്റർ മതി കേട്ടോ. 1/2 മീറ്റർ ലീഡർ ലൈൻ മതി. അൾട്രാലൈറ്റ് ആയതുകൊണ്ട് 7 ഫീറ്റ് റോഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 മീറ്റർ 3/4 മീറ്റർ ലീഡർ ലൈൻ മതി കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു മടക്കെടുത്തതിന് ശേഷം, അതായത് ലീഡർ ലൈൻ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കിയതിന് ശേഷം ബ്രൈഡിനകത്തോട് അങ്ങോട്ട് കയറ്റും. ബ്രൈഡിനകത്തോട് കയറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ ലോക്കൊക്കെ വന്നതിന് ശേഷം ഇവിടെ വെയിറ്റൊക്കെ വരാറാണ് പതിവ്. ഒറ്റത്തും പറയുന്ന സമയത്ത് വെയിറ്റ് അറിയാറാണ് പതിവ്. അപ്പോൾ ഞാനത് വെയിറ്റൊന്നും ഉപയോഗിക്കുന്നില്ല. അല്ലാതെ നമ്മുടെ ആ ഒറ്റത്തുമ്പിൽ തന്നെയാണ് വെയിറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. അൾട്രാലൈറ്റ് നമുക്ക് വെയിറ്റൊന്നും ഇട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം റോഡിന് ടിപ്പ് ഒടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഓവർ വെയിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ചെറിയ നൈസ് വെയിറ്റ് ഇട്ടിട്ട് എങ്ങനെയാണ് മീൻ പിടിക്കേണ്ട രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഒരു കുറച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കണം നൂല്. ഇങ്ങനെ നൂല് ചുറ്റിയതിന് ശേഷം കുറച്ചിങ്ങനെ ചുറ്റിയതിന് ശേഷം ഈ ബ്രൈഡ് എടുത്തതിന് ശേഷം ഇങ്ങനെ 2 പ്രാവശ്യം ഇതിനകത്തോടെ അങ്ങനെ കയറ്റണം കേട്ടോ. 2 പ്രാവശ്യം ഇതിനകത്തോടെ അങ്ങനെ കയറ്റണം. അല്ലെങ്കിൽ വലിച്ച് താഴോട്ടിരിക്കുക ഇങ്ങനെ. ഇത് കണക്ക് കണ്ടോ. ഇപ്പോൾ ഇവിടെ സാധാരണ ഒന്നുകൂടെ പറയാം, ഇവിടെയാണ് വെയിറ്റ് വരുന്നത്. നമുക്ക് വെയിറ്റിൻ്റെ ആവശ്യമില്ല. അല്ലാതെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അല്ലാതെയാണ് വെയിറ്റ് ഈ തുമ്പിലാണ് കേട്ടോ. ഒറ്റത്തുമ്പിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. അൾട്രാലൈറ്റിൽ എങ്ങനെ ഒറ്റത്തുമ്പിൽ മീൻ പിടിക്കാം, അതാണ് എൻ്റെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും കിട്ടുമെന്ന് നോക്കാം. വലിയ ദൂരമൊന്നും പോകില്ല കേട്ടോ. വലിയ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ദൂരം പോവുള്ളൂ. അടുത്തേ വീഴുള്ളൂ കേട്ടോ. വലിയ ദൂരം പോകില്ല. മീനടിച്ചായിരുന്നു പോയി മീനടിച്ചായിരുന്നു പോയി.
മീനടിച്ചിട്ടുണ്ട്. അയ്യടാ, മാലാവിൻ്റെ ദേഹത്താണ് കേട്ടോ കയറി അടിച്ചത്. പാവപ്പെട്ട മാലാവിൻ്റെ ദേഹത്ത് കയറി അടിച്ചു കേട്ടോ. മാലാവാണല്ലോ പിടിച്ച മാലാവ്. മാലാവ് പിടിക്കാൻ പറ്റിയ സാധനമാണല്ലോ പോയി. എല്ലാം വായിക്കകത്താണ് കേട്ടോ അടി വരുന്നത്. ഇതിനെ പിടിക്കാൻ വേണ്ടി ഓടിക്കുന്നതെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പോയി വലിയ സൈസിനായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, മാലാവ് പിടിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കൊരു പാഠമാണത്. കറക്റ്റായിട്ട് എൻ്റെ വായിലാണ് കേട്ടോ ഇത് ആ ചൂണ്ട അടി പറ്റുന്നത്. അപ്പോൾ എന്തായാലും അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നതായിരിക്കും. ആ സമയത്തായിരിക്കും അത് ഹുക്കാവുന്നത് കേട്ടോ കയറി. കുറുക്കിലാണ് കാടിയൊക്കെ. കുറുക്കില്ല ആണോ? ഇല്ല അത് കണമ്പ്. ആ, ഇത് ചൂണ്ട കയറി അടിച്ചു പറഞ്ഞത്, ഒറ്റത്തുമ്പിനേറെ അടിച്ചു പറഞ്ഞത്. അതായത് നമ്മുടെ വെയിറ്റ് ഇടാത്തതുകൊണ്ട് മീൻ പെട്ടെന്ന് ഓടിപ്പോകില്ല കേട്ടോ. മീൻ അടുത്ത് നിന്ന് ഏറ്റു വാങ്ങണമെന്നാണ് കേട്ടോ. മീൻ അടിച്ചായിരുന്നു ഫ്രണ്ട്സ്, പോയി. മീനൊന്ന് ഇത് തുമ്പിലാണ് കടിക്കുന്നത് കേട്ടോ. അതാണ് മീനെ അടിക്കാൻ കാരണം. തലയുടെ ഭാഗത്ത് കേട്ടോ.
അതായത് മാലാവ് പിടിക്കാൻ ലൂറായി. വായ്ക്കകത്താണ് കേട്ടോ മീൻ കടിക്കുന്നത് തന്നെയാണ്, ഉറപ്പ്, വേറെ ഒരു മാറ്റമില്ല. ഓടാ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ വലിച്ച് നീട്ടുന്നില്ല. കാര്യം വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഐറ്റത്തിൽ പിടിച്ച മീനാണ്. ഒറ്റത്തുമ്പ് മോഡൽ, പുതിയ മോഡൽ കിട്ടിയ സമയത്ത് പിടിച്ച മീനാണ് കേട്ടോ അതെല്ലാം. പാര സീസണാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പാര അടിക്കും. അപ്പോൾ ഇതിൽ ഇവിടെ മാലാവെന്ന് പറയും, പിന്നെ വേറെ പേരുകളുണ്ട്. അപ്പോൾ ഇത്രയും മീനാണ് എനിക്ക് കിട്ടിയത്. ഇത് കൂടുതലും മീൻ ഇത് ഈ തുമ്പിൻ്റെ പിറകെ ഒന്ന് കടിച്ചതാണ് കേട്ടോ. ഒറ്റത്തുമ്പിൻ്റെ പിറകെ ഒന്ന് കടിച്ചത് തന്നെയാണ് കേട്ടോ. കാര്യം ഇത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് സ്പീഡ് കുറഞ്ഞ് വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കയറി ഇങ്ങനെ കടിക്കുന്നതായിരിക്കാം. എന്തായാലും കൂടുതലും ഈ വായയുടെ ഭാഗത്താണ് കൂടുതൽ അടി കിട്ടിയത് എനിക്ക് മീൻ. പാര ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിൽ അടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.